ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിതൊരു ചായ ഇടാം. ഇപ്പം ഞാൻ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. വീട്ടിൽ വന്നിട്ടിപ്പോൾ കുറച്ച് നേരം ഒരു മണിക്കൂറായി കാണും. ഇപ്പം തന്നെ സമയം ഒരു 5:30 ആയി. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഹോസ്റ്റലിലുള്ള സമയത്ത് എന്നും കട്ടൻ ചായയാണ്. കട്ടൻ ചായ രാവിലെ വൈകിട്ടും കട്ടൻ ചായയാണ്. വല്ലപ്പോഴുമാണ് പുറത്ത് പോയി ചായ കുടിക്കുന്നത്. എപ്പോഴും പോകത്തില്ല, വല്ലപ്പോഴും പോയി പുറത്ത് പോയി ചായ കുടിക്കും, പാൽ ചായ കുടിക്കും. അപ്പോൾ ഫ്രഷായിട്ട് ഉള്ള പാല് നമുക്ക് വീട്ടിൽ വരുമ്പോഴേ കിട്ടത്തുള്ളൂ, നല്ല പാലൊക്കെ. അപ്പോൾ ഇന്ന് ചായ ഇടാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് എനിക്കൊരു ചായ കുടിക്കാനൊരു കൊതി, എന്താണെന്നറിയത്തില്ല. അതും വീട്ടിലെ ചായ. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അതായത് ഞാൻ തന്നെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചായ മാത്രമല്ല, വേറെയും എല്ലാം അത്യാവശ്യം വെക്കാനറിയാം. ഇപ്പോൾ ഹോസ്റ്റലിലായതുകൊണ്ടൊന്നും വെക്കുന്നില്ല. അപ്പം കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയി. അപ്പോൾ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല വൃത്തിക്ക് നല്ല കുറച്ച് കടുപ്പൊക്കെ കൂട്ടി, കുറച്ച് പാലൊക്കെ കൂട്ടി, കുറച്ച് ഏലക്ക ഇട്ട് നമുക്ക് നല്ലൊരു ചായ ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ അമ്മയില്ല, അമ്മയും അനിയനൊന്നും വീട്ടിലില്ല. അപ്പോൾ ഞാനും അമ്മയുടെ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ചായ ഉണ്ടാക്കാൻ ഒരു 2 ഗ്ലാസ് ചായ. അപ്പോൾ ഓക്കെ, നമുക്ക് ചായ ഉണ്ടാക്കാം. ചായ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പാലും വെള്ളവും കൂടെ ചേർത്തിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ. ഇപ്പോൾ തേയില ഇട്ടു. തേയില ആവശ്യത്തിന് ഇടുക, നിങ്ങൾക്കറിയാമല്ലോ. എനിക്കിത്തിരി കൂടുതൽ കടുപ്പം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് തോനെ ഇടുകയാണ് കേട്ടോ. ഇങ്ങനെ ചായക്ക് തേയില ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. നമുക്ക് കുറച്ചുകൂടെ ഇടാം. കുറച്ചുകൂടി ഇട്ടിട്ടുണ്ടേ. ഇച്ചിരി നല്ലതിരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഒന്ന് തിളച്ച് ഒന്ന് റെഡിയാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനിയും കടുപ്പം വേണോ അതോ വേണ്ടയോ എന്നുള്ളത്. ഒരു സാധനം ഇടാൻ മറന്നു കേട്ടോ. പാല് തിളയ്ക്കുന്നതിന് മുന്നേ കുറച്ച് മുന്നേ ഇടണ്ടായിരുന്നു നമ്മുടെ ഏലക്ക. ഏലക്ക ഞാൻ ചതച്ചില്ല, ജസ്റ്റ് ഇങ്ങനെ അതിങ്ങനെ നുള്ളിയിട്ട് ഇങ്ങനെ ഇടുകയാണ്. ഒരെണ്ണം ഇട്ടു. ഇനി നമുക്ക് ഇങ്ങോട്ടാം. ഓക്കെ, സെറ്റ്. അപ്പം അത്യാവശ്യം നല്ല കടുപ്പമുണ്ട് കേട്ടോ ചായക്ക്. ഞാൻ ഉദ്ദേശിച്ച പോലെ ഏകദേശം വന്നിട്ടുണ്ട്. ഇനിയും കൂടുതലായ പിന്നെ ഭയങ്കരമായിട്ട് കഴിക്കും, അതെനിക്കിഷ്ടമല്ല. അപ്പം നമുക്കൊന്ന് തീ ഒന്ന് കൂട്ടി വയ്ക്കാം. ഈ സമയം നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ പഞ്ചസാര. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം. എനിക്ക് ഒരുപാട് പഞ്ചസാര ഇഷ്ടമല്ല, ആവശ്യത്തിന് വേണം. എനിക്ക് അത്രേ പറ്റത്തുള്ളൂ. ഒരുപാട് പഞ്ചസാര ആയിട്ട് ചായ കുടിക്കാൻ തോന്നത്തില്ല, ആ മൂടങ്ങ് പോകും. അങ്ങനെ നമ്മുടെ ചായയിൽ നമ്മളെല്ലാം ഇട്ടു. ഏകദേശം റെഡിയായി. നമുക്ക് ഓഫ് ചെയ്യാവേ, തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് അമ്മാച്ചിക്കും കൊടുത്തതിന് ശേഷം നമുക്ക് കുടിക്കാം ചായ. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ചായ ഇട്ടു. എനിക്കറിയാം ഇതൊരു ജസ്റ്റ് ഒരു ചുമ്മാ ഒരു വീഡിയോ ആണ്. ചായ ഇടുന്ന വലിയ കാര്യമൊന്നുമില്ല. ഞാൻ വീണ്ടും പറയാണ്, ചായ ഇടുന്ന വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ എനിക്കെന്തോ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചായ ഇട്ട് കുടിക്കുമ്പോൾ ഒരു വേറൊരു ഫീലാണ്. നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ വയറ് നിറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് തിന്നിട്ട് വീട്ടിൽ വന്നൊരു ചായ ഇട്ട് കുടിക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു, ചായ ആയിക്കോട്ടെ, ചായ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സാധനമാണ്, പക്ഷെ അതിനൊരു വല്ലാത്തൊരു ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുകയല്ല, ഞാനിട്ടത് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ ചായ റെഡിയായി കിട്ടി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ചായ ഇടുന്നത്. ആ മധുരം, കറക്റ്റ് അളവിനൊന്നുമല്ല ഞാൻ പഞ്ചസാര എടുത്തത്. എനിക്ക് തോന്നിയതുപോലെ ഞാൻ ഇട്ടു, ഇത്രയും ശരിയാവും. അതേപോലെ തന്നെ തേയില ആയിക്കോട്ടെ, അതും കറക്റ്റ് കടുപ്പം. പിന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ ഏലക്കയുടെ മണം എല്ലാം വന്നിട്ടുണ്ട് ചായയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ബൈ. അപ്പം ഞാൻ ചായ കുടിച്ച് നോക്കട്ടെ. ഓക്കെ ഗായ്സ്, ബൈ.